ഹലോ ഗേസ്, വെൽക്കം ടു ക്രോഷ്യ വിത്ത് മുഫി. നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് ബിഗ്നേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോസ് ഫ്ലവറാണ്. ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവറാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അക്ലിയറിക്കിൻ്റെ യാണാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് യാണാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് യാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 2.5 mm ഒരു ഹുക്കാണ്. ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു 60 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 16 ചെയിൻ സ്റ്റിച്ച്, 60 ചെയിൻ സ്റ്റിച്ച്. ഫസ്റ്റ് നമുക്കൊന്ന് സ്ലിപ്പ് നോട്ട് ഇടാം, എന്നിട്ടൊരു 60 ചെയിൻ ചെയ്തെടുക്കാം. 1 2 3. ഓക്കെ, അപ്പോൾ നമ്മൾ 60 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, 60 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തതിലേക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തതിലേക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തതിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് ലൂപ്പിലൂടെ അഥവാ നമ്മൾ ആ ചെയിനിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫിനിഷിങ്ങിലുള്ള 2 ലൂപ്പിലൂടെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് 4 ചെയിൻ ചെയ്യണം. 1 2 3 4. 4 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് നമ്മളിപ്പം ഇൻസേർട്ട് ചെയ്ത ഈ ചെയിനിലേക്ക് തന്നെയാണ്. അഥവാ ഇപ്പം നമ്മൾ 3 ചെയിനിനെ സ്കിപ്പ് ചെയ്ത് നാലാമത് ചെയ്ത ഈ സെയിം ചെയിനിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഈ ചെയിനിലേക്കാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 4 ചെയിൻ ചെയ്തു. ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ചെയിനിലേക്ക് തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഫിനിഷിങ് 2 ലൂപ്പിലൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഹോള് ക്രിയേറ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മളൊരു പാറ്റേൺ ചെയ്തു കഴിഞ്ഞു. ഇനി വീണ്ടും ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നാലാമത്തതിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ചെയ്തു. ആദ്യത്തെ 3 ചെയിനിന് സ്കിപ്പ് ചെയ്തു. നാലാമത്തേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ചെയിനിലൂടെ പുറത്തേക്ക് എടുത്തു. യാൺ ഓവർ ചെയ്തു 2 ലൂപ്പിലൂടെ എടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്തു 2 ലൂപ്പിലൂടെ എടുത്തു. അപ്പം നമുക്കൊരു ഹോൾ രണ്ടാമത് വന്നിട്ടുണ്ട്. ഇനി സെയിം മെത്തേഡ് തന്നെ ചെയ്യേണ്ടത്. 4 ചെയിൻ ചെയ്യാം. 1 2 3 4. ഇനി ഈ ചെയിനിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് ഈ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ചെയിനിലേക്കാണ്. അഥവാ രണ്ടാമതിപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ നമ്മൾ. 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തതിലേക്ക് ഇപ്പോൾ രണ്ടാമതൊരു ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിലേക്ക് തന്നെയാണ് ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 4 ചെയിൻ ചെയ്തു. ഹുക്കിനെ യാൺ ഓവർ ചെയ്തു. ഈ ഹോളിലേക്ക് അഥവാ ഈ നമ്മളിപ്പോൾ രണ്ടാമത് ഡബിൾ ക്രോഷ്യ ചെയ്ത ഈ ഹോളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കുന്നു. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പ്, യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ ലൂപ്പ്. ഇപ്പം നമുക്കിതുപോലൊരു ഹോള് വീണ്ടും ക്രിയേറ്റ് ആയി. ഫസ്റ്റ് ഒരു ഹോള്, പിന്നെ ഒരു ചെറിയ ഹോള്, പിന്നെ ഒരു വലിയ ഹോള്. വീണ്ടും ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. സെയിം മെത്തേഡ് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നാലാമത്തതിലേക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ ചെയ്ത് ചെയിനിലൂടെ പുറത്തെടുത്തു. യാൺ ഓവർ ചെയ്തു ആദ്യത്തെ 2 ലൂപ്പ്. വീണ്ടും യാൺ ഓവർ ചെയ്തു ഫിനിഷിങ് 2 ലൂപ്പ്. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ചെയിൻ ചെയ്യാം. 1 2 3 4. ഇനി ഈ ചെയിനിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ചെയിനിലേക്കാണ്. അഥവാ നമ്മളിപ്പോൾ മൂന്നാമത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത ഈ ചെയിനിലേക്കാണ്. യാൺ ഓവർ ചെയ്യുക. ഈ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് വലിച്ച് പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക 2 ലൂപ്പിലൂടെ. യാൺ ഓവർ ചെയ്യുക 2 ലൂപ്പിലൂടെ. നമുക്കിപ്പോൾ മൂന്നാമതൊരു പാറ്റേൺ ക്രിയേറ്റ് ആയി വന്നു. ഈ സെയിം മെത്തേഡ് നമ്മൾ ഈ 60 ചെയിനിലും കംപ്ലീറ്റ് ചെയ്തെടുക്കണം.
ഫസ്റ്റ് ഒന്ന് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 4 ചെയിൻ ചെയ്ത് ഈ ഡബിൾ ക്രോഷ്യയിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഈ 60 ചെയിനിലും സെയിം മെത്തേഡ് കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റത്തെ ചെയിനിലേക്കും സെയിം മെത്തേഡ് തന്നെ ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്യുക, ലാസ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ, യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ, എന്നിട്ട് വീണ്ടും 4 ചെയിൻ ചെയ്യുക. 1 2 3 4 യാൺ ഓവർ ചെയ്ത് ഈ സെയിം ചെയിനിലേക്ക് തന്നെ വീണ്ടും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക, അവിടെ ഒരു ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ലെവലിലാണ് കിട്ടുക. ഈ എല്ലാ ചെയിനിലും ചെയ്ത് വരുന്ന സമയത്ത് ഈ ലെവലിൽ ഒരു ചങ്ങല പോലെ വരും. ഒരു വലിയ ഹോള്, ഒരു ചെറുത്, ഒരു വലിയ ഹോള്, ചെറുത്, അങ്ങനെ ഒരു ചങ്ങല പോലെ വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇപ്പം ഈ ഒരു ലെവലിലാണ് നമ്മുടെ കയ്യിൽ ഹുക്കും യാൺ ഉണ്ടാവുക. ഹുക്ക് ഇങ്ങനെ മേൽഭാഗത്തേക്കും യാണിനെ താഴ്ത്തുപോയിട്ട് ഇതിനെ നേരെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് മേൽഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പിടിക്കാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് മേൽഭാഗത്തേക്കാണ്, അഥവാ ഈ സൈഡിൽ മേൽഭാഗത്തേക്ക്. അതിനുവേണ്ടി നമ്മൾ ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഹോളിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ വലിയ ഹോളിലേക്ക് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 5 ഡബിൾ ക്രോഷ്യ. അതിനുവേണ്ടി ഹുക്കിനെ യാണോ ചെയ്യുക, ഈ ഹോളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്ത് ഈ ഹോളിൽ വന്ന് പുറത്തേക്ക് വരും. ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്ത് ഇടുന്നു, പിന്നെ ചെയ്തു ഇടുന്നു. ഇനി ഈ ഹോളിലേക്ക് ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്യുക, ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ വരിക. നെക്സ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്യുന്നു, ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ഡബിൾ ക്രോഷ്യ വരിക. 3 ഡബിൾ ക്രോഷ്യ ഞാൻ ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്തു, ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തു, ഞാൻ ചെയ്തു പുറത്തു, ഡബിൾ ക്രോഷ്യ നടത്തുന്നു ഫിനിഷ്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്യുക, ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഞാൻ ചെയ്തു പുറത്തു, ആദ്യത്തെ ലൂപ്പ്, ലാസ്റ്റ് ലൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഈ നടുവിലുള്ള ഈ ഭാഗത്ത് ചെറിയ ഹോളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക എന്നതാണ്. ഇവിടെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതിനുവേണ്ടി ഹുക്കിനെ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വലിച്ച ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു വലിയ ഹോളിലേക്ക് 6 ഡബിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കേണ്ടത്. ഈ വലിയ ഹോളിലേക്കാണ് ചെയ്യേണ്ടത്. 6 ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ചെയ്യുക, ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഫസ്റ്റത്തെ കല്ലിലേക്ക് 5ഉം രണ്ടാമത്തേക്ക് 6ഉമാണ് ചെയ്യേണ്ടത്. നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ടാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അവിടെ മിസ്റ്റേക്ക് വരരുത് കേട്ടോ. പിന്നെ കൗണ്ട് ചെയ്യാം, 5 6. അങ്ങനെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ രണ്ടാമത്തതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെ തൊട്ടടുത്തുള്ള ഈ ചെറിയ ഭാഗത്തേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഹുക്കിനെ ഡയറക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വലിച്ച് 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരാം. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഫിനിഷ് ആയി. ഇനി നമ്മൾ അതിന് തൊട്ടടുത്ത് വലിയ ഹോളിലേക്ക് 7 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 7 ഡബിൾ ക്രോഷ്യ 7 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനുവേണ്ടി യാൺ ഓവർ ചെയ്യുന്നു, ഹുക്കിനെ ഹോൾ ചെയ്യുന്നു, അവിടെ ഡബിൾ ക്രോഷ്യ 7 ചെയ്തെടുക്കാം. കൗണ്ട് ചെയ്യണം കേട്ടോ. 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ആയിട്ട് ഇതൊന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് അവിടെ 7 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ചെറിയ ഹോളിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഹുക്കിനെ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ യാൺ ഓവർ ചെയ്ത് വലിച്ച് 2 ലൂടെയും പുറത്തേക്ക് എടുത്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഈ വലിയ ഹോളിലേക്കും 7 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 7 ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ 7 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, 7 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെ കംപ്ലീറ്റ്. ഇനി ഇവിടെ വരെ സെയിം മെത്തേഡാണ് വേണ്ടത്. നടുവിലത് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 7 ഡബിൾ ക്രോഷ്യ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് 7 ഡബിൾ ചെയ്യാം, യാൺ ചെയ്യാം, ലെറ്റ് ആറ്റ് ചെയ്യാം, നമ്മൾ 7 ക്രോഷ്യ ചെയ്യാം. ഇങ്ങനെ 7 ഡബിൾ ക്രോഷ്യ ലാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റിമൂവ് ചെയ്തെടുക്കണം, കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഹുക്കിനെ ഇങ്ങനെ വലിച്ച് നീട്ടുക, എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വലിയ യാൺ ഭാഗം അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കാം. ഇവിടെ അത് കട്ടായിട്ടുണ്ടാവും, പിന്നെ അത് അതിന് പോരില്ല. ഇനി നമുക്കിത് ഇതുപോലൊരു ഫൈനൽ റിസൾട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് നമ്മളത് ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ റോൾ ചെയ്ത് ഫ്ലവറാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ നേരത്തെ സ്ലിപ്പ് നോട്ട് ഇട്ട ഈ ഭാഗമാണ്. അതൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇതിങ്ങനെ ജസ്റ്റ് കവർ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ടൊരു റോസ് ഫ്ലവർ ആയിട്ട് കിട്ടുക. ഇങ്ങനെയാണ് വരുന്നത്.
ഇത് നമുക്ക് ബാക്കിൽ ഇവിടെ വേണമെങ്കിൽ നമ്മൾ നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നന്നായിട്ട് തുന്നി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം നിങ്ങളെടുത്ത് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഗണ്ണ് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചും കൊടുക്കാം. അപ്പോൾ അവിടെ നിന്നോളും. നമുക്ക് ബാഗ്, ഫ്രോക്ക്, അതുപോലെ ഹെയർ ബോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഫ്ലവർ ഇങ്ങനെ ചെയ്തെടുത്താൽ ഇതുപോലെയാണ് അതിൻ്റെ. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് വേസ്റ്റ് ഭാഗമാണ് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഉരുക്കി കൊടുക്കാം. അങ്ങനെ ഒഴിഞ്ഞ് പോരില്ല. ഓക്കെ, നമ്മളെ റോസ് ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ബിഗ്നേഴ്സിന് നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയിൻ എടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. ഇനി ഇതിൻ്റെ ഇതൾ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് 60 ചെയിൻ എന്നുള്ളത് കുറച്ചിട്ട് 50 ചെയിൻ, 40 ചെയിനൊക്കെ ആക്കിയിട്ട് ചെയ്യാം. അപ്പം ഇതളൊന്നും കൂടി കുറഞ്ഞ് കിട്ടും. ചെറിയ ഇതളുകളുള്ള ഫ്ലവറൊക്കെ ആണെങ്കിൽ അവിടെ ആ ചെയിനിൻ്റെ എണ്ണം കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതളുകൾ കൂട്ടണമെങ്കിൽ ചെയിനിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താലും മതി. അപ്പം ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ട് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.